ഒന്നിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ച് ആ രീതിയിൽ അതിന് പൂർണ്ണമായി അതിൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കാനുണ്ടാവും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സാന്ത്വനം സപ്തദിന ക്യാമ്പിൽ പങ്കെടുത്തവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി ക്യാമ്പ് സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ നഗരസഭയ്ക്കുള്ള അംഗീകാരമാണെന്നും സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിന് സർക്കാർ ധനസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പെരിന്തൽമണ്ണയിൽ നടന്ന സാന്ത്വനം ഭിന്നശേഷി ക്യാമ്പിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണ നഗരസഭ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ 7 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സാന്ത്വനം സപ്തദിന ക്യാമ്പ് പങ്കെടുത്തവർക്ക് സ്വയം പര്യാപ്തരാവാനുള്ള സാധ്യതകൾ നൽകിയാണ് സമാപിച്ചത്. മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 80 മുഴുവൻ സമയ അംഗങ്ങളും അവരുടെ കൂട്ടിരിപ്പുകാരും രാവിലെ ക്യാമ്പിനെത്തി വൈകിട്ട് വീടുകളിലേക്ക് മടങ്ങുന്ന 200ഓളം പേരുമാണ് സപ്തദിന ക്യാമ്പിൽ പങ്കെടുത്തത്. മെഡിക്കൽ ക്യാമ്പ്, ചർച്ചകൾ, സംവാദങ്ങൾ, കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ട്രോമാ കെയർ വോളണ്ടിയർമാരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. പാടിയും പറഞ്ഞും പരിചയിച്ചും 7 ദിനങ്ങളിലൂടെ നേടിയെടുത്ത ആത്മവിശ്വാസവുമായാണ് ക്യാമ്പിൽ പങ്കെടുത്തവർ മടങ്ങുന്നത്. ക്യാമ്പിന്റെ സമാപന യോഗം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ച് പെരിന്തൽമണ്ണ നഗരസഭ നടത്തിയ സാന്ത്വനം ക്യാമ്പ് കേരളത്തിനു തന്നെ മാതൃകയാണെന്നും ക്യാമ്പിൽ പങ്കെടുത്തവരുടെ മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരി സംഘാടകർക്കുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിന് സർക്കാർ ധനസഹായം ലഭ്യമാക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ജോലി ചെയ്യാനും കുറേ കൂടി ഇവിടെ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കൂടി വിപുലമായിട്ടുള്ള ഇപ്പോൾ ഒരു സുഹൃത്ത് സംഘമായി നിങ്ങൾ മാറി, ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമായിട്ടാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബത്തെ ഒന്നിച്ചു നിർത്താൻ, ഒന്നിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ച് ആ രീതിയിൽ അതിന് പൂർണ്ണമായി അതിൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കാനുണ്ടാവും. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പ് കോർഡിനേറ്റർ സലിം കീശ്ശേരി, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ തുടങ്ങിയവർ സമാപന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാരുടെയും കിടപ്പ് രോഗികളുടെയും പരാതികൾ ക്ഷമയോടെ കേട്ടും എല്ലാം പരിഹരിക്കാമെന്ന് അവർക്ക് ഉറപ്പു നൽകിയും അവർക്കൊപ്പം ഏറെ സമയം ചെലവഴിച്ചുമാണ് ക്യാമ്പിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ മടങ്ങിയത്. ചാനൽ 10 പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.